വയനാട്ടിലെ വനവാസി ഊരുകളിൽ നിന്നും നടന്നും കിട്ടിയ വണ്ടി പിടിച്ചും കൽപ്പറ്റ അമൃതകൃപ ആശുപത്രിയിലെത്തുന്നവർ മനസ്സിൽ അവരുടെ ദൈവങ്ങൾക്കൊപ്പം ചേർത്തുവെച്ച രണ്ടുപേരുണ്ട്. ഡോക്ടർ സഞ്ജീവും ഡോക്ടർ അജിതയും. അവരുടെ ഊരിലെ ജീവിതത്തിനൊപ്പം വെയിൽ കൊണ്ടും മഴ നനഞ്ഞും കൂടെ നടന്നവർ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇരുവരെയും ഒന്നു വന്നു കാണാതെ പോയാൽ നെഞ്ചിൽ കനമേറും പലർക്കും. ഇവിടെ നല്ലതാണ്. വേറെ ഞാനൊക്കെ എവിടെയൊക്കെ പോയി അഡ്മിറ്റായിട്ട് വരെ കുറഞ്ഞിട്ടില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറവാണ്. എനിക്ക് ഇപ്പോൾ ഇവിടെ വേദന പനി ജലദോഷം ഒക്കെ മാറും ഇവിടെ വന്നാൽ. കാടിന്റെ മക്കളുമായി ജീവിതം അത്ര കണ്ട് ഇഴകിച്ചേർന്നവരാണവർ. ഈ ഡോക്ടർ ദമ്പതികൾ അമൃതകൃപ ആശുപത്രിയുടെ ജീവനാഡിയായി കഴിഞ്ഞ 20 വർഷമായി ആതുര സേവനം ചെയ്യുന്നവർ. 1985 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പഠനകാലത്താണ് സഞ്ജീവ് മാതാ അമൃതാനന്ദമയി അമ്മയെക്കുറിച്ച് കേൾക്കുന്നത്. കോഴിക്കോടെത്തിയ അമ്മയെ കാണാൻ ഡോക്ടറും പോയി. പക്ഷേ ആ കൂടിക്കാഴ്ച ഡോക്ടർ സഞ്ജീവിന് നൽകിയത് പുതിയൊരു ജീവിത കാഴ്ചപ്പാടായിരുന്നു. അമ്മയായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ അടുപ്പിച്ച ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ രാമൻ എന്ന് പറയും. അപ്പോൾ രാമൻ സാറാണ് എന്നെ അമ്മയുടെ അടുത്ത് അന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അമ്മ പ്രോഗ്രാമിന് ഇറങ്ങുന്നതിന് മുമ്പേ അമ്മ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അങ്ങോട്ട് കൂട്ടിച്ചെന്ന് അപ്പോൾ എന്നെ പരിചയപ്പെടുത്തി അമ്മയുടെ മുമ്പിലേക്ക് ഉന്തി പറഞ്ഞു, ഈ കുട്ടി ഡോക്ടർ വിഭാഗത്തിന് വേണ്ടി പഠിക്കുകയാണ് അമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മ എന്നെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് നെഞ്ചത്തിങ്ങനെ കൈ വെച്ച് മുഖത്തിങ്ങനെ നോക്കി, എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു. എന്തായെന്ന് വെച്ചാൽ, മോനെ ജീവിതം സേവനത്തിനാണ് എന്ന് ഒരു വാക്കാണ് പറഞ്ഞത്. പിന്നീട് കുറേ വർഷം കഴിഞ്ഞിട്ട് അമ്മയുടെ ഒരു സത്സംഗം കേൾക്കുന്ന സമയത്ത്, പള്ളിക്കാവിൽ വെച്ചിട്ട് അമ്മയുടെ സത്സംഗം കേൾക്കുന്ന സമയത്ത് അമ്മ ഒരിക്കലും പറയുണ്ടായി, ഗുരുവിൻ്റെ വാക്ക് സത്യം ആണ് എന്നല്ല, അത് സത്യമായി തീരും എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ആലോചിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞ ആ വാക്കിൻ്റെ ശക്തി കൊണ്ടായിരിക്കാം നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഒരു ജീവിതത്തിൽ സഞ്ചരിക്കാൻ തോന്നിയത്. ഗുരുവിൻ്റെ വാക്ക് സത്യമാവും. അതാണ് പിന്നീട് കണ്ടത്. MBBS പഠനത്തിന് ശേഷം കോഴിക്കോട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ സേവനം ചെയ്തു തുടങ്ങിയ ഡോക്ടർ സഞ്ജീവിനോടൊപ്പം ഇതേ താല്പര്യവുമായി എത്തിയ ഡോക്ടർ അജിത കൂടി ചേർന്നു. എന്തിനപ്പം ഇന്ന് വന്നത്? വിശേഷം കൊണ്ട് തലവൊക്കെ മുമ്പ് വേദന ഒക്കെ ഉണ്ട്. എത്ര ദിവസമായി? ഒറ്റ ദിവസമായി. മരുന്ന് ചേർന്നാ തുടങ്ങി. പിന്നെ അന്നത്തെ ചുമയെല്ലാം മാറിയോ? അത് മാറി. ചൊറിച്ചിലോ? ചൊറിച്ചലുണ്ട്. പിന്നെ വിശപ്പ് എങ്ങനെ? വിശപ്പില്ല. വയറുവേദന മാറിയോ? ഇന്നെന്താ കഴിച്ച രാവിലെ? ഈ നെഞ്ഞി ഇത് പുകച്ച മാത്രം മാറി. ഇന്നെന്താ കഴിച്ച രാവിലെ? രാവിലെ എന്താ ഭക്ഷണം കഴിച്ചത്? ഭക്ഷണം ഈ ചപ്പാത്തി. ആരുണ്ടാക്കി തന്നെ? മോള്. ഒരേ കാഴ്ചപ്പാടുമായി ഒത്തുകൂടിയവർ പിന്നെ ജീവിത വഴിയിലും ഒന്നിച്ചുവെന്ന് ഡോക്ടർ അജിത പറയുന്നു. MBBS എല്ലാം കഴിഞ്ഞപ്പോൾ വേറെ 2-3 സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തെങ്കിലും ഉള്ളിലൊരു തൃപ്തിയൊന്നും തോന്നിയിരുന്നില്ല. കാരണം അതൊരു സേവനമായിരുന്നില്ല. ശമ്പളത്തിനുള്ള ജോലി, അവർക്ക് പൈസ വേണം, നമുക്കും പൈസ വേണം, അങ്ങനെയുള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് കോഴിക്കോട് പാലിയേറ്റീവ് കെയറിൽ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ സാറ് ചോദിക്കുക, ഡോക്ടർ രാജഗോപാൽ സാറായിരുന്നു അതിന് നിമിത്തമായി തീർന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചാരിറ്റബിളായിട്ട് ഒരു ഇത് നമ്മൾ തുടങ്ങുന്നുണ്ട്, ഡോക്ടേഴ്സിനെ വേണം, ഡോക്ടേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എടുത്തു ചാടി എൻ്റെ ലക്ഷ്യം ഇതാണെന്ന് വിചാരിച്ചിട്ട് അതിലങ്ങ് ജോയിൻ ചെയ്തത്. ആ സമയത്ത് തന്നെയാണ് ഇവരും അവിടെ എത്തിപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് പിന്നീട് ഒരുമിച്ച് ഈ ജീവിതം തുടങ്ങുന്നത്. കോഴിക്കോട് നിന്ന് കൊച്ചി അമൃത ആശുപത്രി പെയിൻ ആൻഡ് പാലിയേറ്റീവിലെത്തിയ ഇരുവരും പിന്നീട് വനവാസി വിഭാഗങ്ങളുടെ ആരോഗ്യക്ഷേമത്തിനായി 2004 വയനാട്ടിൽ അമൃതകൃപ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ
അമ്മ തുടങ്ങിയപ്പോൾ അവിടെ സേവനം ചെയ്യാനുള്ള താല്പര്യം അറിയിച്ചു. അമ്മയുടെ അനുവാദത്തോടെ ആ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു. അർഹമായ ശമ്പളം പോലും വേണ്ടെന്ന് വെച്ചാണ് ഇരുവരും അമ്മ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറെ സമർപ്പണത്തോടെയും പ്രേമത്തോടെയും കഴിഞ്ഞ 20 വർഷമായി ചെയ്തു പോരുന്നത്. ആശുപത്രിയിൽ എത്തുന്നവരുമായി ഇവർക്കുള്ള ഇഴയടുപ്പം അതാണ് ചികിത്സയുടെ ഒറ്റമൂലി. അമൃതകൃപ ഹോസ്പിറ്റല് 2004 ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. പാവപ്പെട്ടവർക്കായിട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യണം എന്ന് പറഞ്ഞ സമയത്താണ് ഈ ഹോസ്പിറ്റൽ അമ്മ തുടങ്ങിയതും അതിൻ്റെ ശേഷം ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയതും. ഇവിടെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ വയനാട്ടിലെ തന്നെ ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ആദിവാസി സമൂഹത്തിന് വേണ്ടി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്തിട്ടുള്ളത്. ദിവസം ശരാശരി ഒരു 150-250 250 ഇടയ്ക്കുള്ള രോഗികൾ ഇവിടെ വരാറുണ്ട്. ഇവർക്ക് ചികിത്സയൊക്കെ പൂർണ്ണമായിട്ടും സൗജന്യമാണ്, കൺസൾട്ടേഷൻ സൗജന്യമാണ്, പിന്നെ അവർക്ക് മരുന്ന് സൗജന്യമാണ്, ലാബിലെ ടെസ്റ്റുകളെല്ലാം സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ 20 വർഷത്തിനിടയ്ക്ക് തുടർച്ചയായിട്ട് 20 വർഷമായിട്ട് തുടർച്ചയായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അവരുടെ കുറേ പേരുടെ ചെറുപ്പകാലം മുതൽ അല്ലെങ്കിൽ അവർ ജനിച്ചത് മുതൽ 20 വയസ്സ് വരെ നമ്മൾ കാണുന്നു. പിന്നെ അവർ വിവാഹം കഴിക്കുന്നു, പിന്നെ കുട്ടികളായിട്ട് വരുന്നു. അങ്ങനെ 2-3 തലമുറയായിട്ട് നമ്മളവരെ കാണുന്നുണ്ട്. അതിൽ പ്രായമായ ആളുകൾക്ക് നമ്മളോടൊരു ആശുപത്രിയോടും നമ്മളോടും ഒരു വളരെ അടുത്തൊരു ബന്ധമാണ്, ഒരു ആത്മബന്ധം തന്നെയാണ് അത്. അതൊരു ഡോക്ടർ രോഗി ബന്ധം എന്നുള്ള രീതിയിലല്ല. ദുരിതമനുഭവിക്കുന്നവർ ഊരിലുണ്ടെങ്കിൽ ഇവർ കാടുകയറും, മരുന്നും ഭക്ഷണവും വസ്ത്രവും എല്ലാമായി. അമ്മ എന്ന മഹാഗുരുവിന്റെ പ്രേരണയാണ് എല്ലാറ്റിനും ആധാരം. ഈ ജീവിതം കൊണ്ട് ഇവർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. മാനവസേവ തന്നെയാണ് ഈശ്വരസേവ എന്ന അമ്മയുടെ സങ്കല്പം അതേ അർത്ഥതലത്തിൽ ഇവർ പ്രാവർത്തികമാക്കുമ്പോൾ ഈ ആശുപത്രി പലർക്കും ഒരു അഭയകേന്ദ്രമായി മാറുകയാണ്. ഈശ്വര ചൈതന്യം നിറയുന്ന ധർമാശുപത്രിയായി.